ഹായ് ഫ്രണ്ട്സ്, രണ്ട് നല്ല ഇയർബഡുകൾ, നല്ല ബ്രാൻഡിൻ്റെ ഇയർബഡ് ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുക, അതും ഗെയിം കളിക്കാൻ പറ്റിയ, ലേറ്റൻസി ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഇയർബഡ്, അതേപോലെ തന്നെ നല്ല ലൗഡായിട്ട് നല്ല ബേസിൽ പാട്ട് കേൾക്കാൻ പറ്റുന്ന മറ്റൊരു ഇയർബഡ്. രണ്ടും നല്ല ബ്രാൻഡായ ഫാസ്ട്രാക്കിൻ്റെയാണ്. ഇവരുടെ ഈ രണ്ട് ഇയർബഡുകളുടെ അൺബോക്സിങ്ങും ഒരു ഇനീഷ്യൽ ലുക്കുമാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. സോ 1 by 1 ആയിട്ട് നോക്കാം. ഹായ്, അപ്പോൾ ഈ കാണുന്നതാണ് FT3 റിഫ്ലെക്സ് ട്യൂൺസ് എന്ന് പറയുന്ന ഫാസ്ട്രാക്കിൻ്റെ ഇയർബഡ്. അതേപോലെ FT4 നിങ്ങൾക്ക് കാണാം. FT4ലേക്ക് നമുക്ക് വരാം. ആദ്യം FT3 എന്താണെന്ന് നോക്കാം. ഇൻബിൽറ്റ് ഗെയിമിംഗ് മോഡൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. അതിൻ്റെ ബോക്സ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇയർബഡ്. അപ്പോൾ ഈ ഒരു ബോക്സാണ് FT3 എന്ന് പറയുന്ന ഇയർബഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർബഡും കാര്യങ്ങളും നമുക്ക് കാണാം. എന്തായാലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്, യാതൊരു ഡൗട്ടും വേണ്ട കാര്യത്തിൽ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർബഡുകൾക്ക് ഇത്തിരി വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. ലുക്ക് ആൻഡ് ഫീലും നന്നായിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ ലേറ്റസ്റ്റ് സംവിധാനങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IPX6 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലും പെട്ടെന്നൊന്നും വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. സോ ഒത്തിരി സേഫായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. കയ്യിൽ പിടിക്കാൻ ലൈറ്റ് വെയിറ്റ് കംഫർട്ടബിൾ ആണ്. ഇനി നമുക്കിത് തുറന്ന് ഇയർബഡുകൾ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ കയ്യിലേക്ക് എടുക്കുകയാണ്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇയർബഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നല്ല ഡീസൻ്റ് ആയ ലുക്കും കാര്യങ്ങളും ഉണ്ട്. ചെവിയിലേക്ക് വെക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ കംഫർട്ടബിൾ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, തലയൊക്കെ അങ്ങോട്ട് വെട്ടിച്ചാലും പോവൊന്നുമില്ല, താഴെയൊന്നും വീണ് പോവില്ല. സെറ്റായിട്ട് ഒരു എൻവയറോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ, ഒരു അത്യാവശ്യം നല്ല ഫിറ്റായിട്ടിരിക്കുന്ന, പുറത്തുനിന്നുള്ള നോയ്സും കാര്യമൊന്നും അധികം കേൾക്കാത്ത രീതിയിൽ വളരെ സെറ്റായിട്ടുള്ളൊരു ബിൽറ്റ് ക്വാളിറ്റിയും നല്ലൊരു കംഫർട്ടും ഇതിനുണ്ട്. നല്ല കംഫർട്ടബിളായ രീതിയിൽ. ഈ സൈഡിൽ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ടാപ്പിലൂടെയാണ് സംഭവങ്ങൾ ചെയ്യുക. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഗെയിമിംഗ് മോഡിലേക്ക് മാറും. ഇത് ഗെയിമിംഗ് മോഡും കൂടി ഉള്ളതാണ് ഈ FT3. അത് ആക്ടിവേറ്റ് ചെയ്യാൻ ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഗെയിമിംഗ് മോഡിലേക്ക് വരും. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ലേറ്റൻസി ഒന്നും ഇല്ലാതെ നൈസായിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ഒപ്പം തന്നെ എർഗണോമിക് ഫോം ഫാക്ടർ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഘടകം. കാരണം ഈ പറഞ്ഞ നമ്മൾ കംഫർട്ട് പറഞ്ഞില്ലേ, സെറ്റായിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നല്ലൊരു എർഗണോമിക് ഫോം ഫാക്ടറാണ് ഇതിനുള്ളത്. എന്തായാലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നല്ല രീതിയിൽ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. ഇയർ ടിപ്പുകളും കാര്യങ്ങളും വളരെ കറക്റ്റായ രീതിയിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. എനിക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. ബട്ട് ബോക്സിൽ വേറെ ഇയർ ടിപ്പുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെവിയിലേക്ക് സെറ്റ് ചെയ്യാം. ബട്ട് ഇയർ ടിപ്പിൻ്റെ കാര്യം എന്തായാലും വേണ്ടില്ല, ഇത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻബിൽറ്റ് ഗെയിമിംഗ് മോഡൊക്കെ വരുന്നത്. ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാം. ഞാൻ BGMI കളിച്ച് നോക്കി. ഗെയിം കളിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നൈസായിട്ട് ഞാൻ കുറേ നേരം ഗെയിം കളിച്ച് നോക്കി. സോ ലേറ്റൻസി ഇല്ലാതെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയുള്ള ഇയർബഡ് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഇതെടുക്കാം. ഇതിൽ ലേറ്റൻസി ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ENC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ പാട്ട് കേൾക്കാനും പറ്റും കേട്ടോ. സോ അതും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ്. അതേപോലെ ഇതിൽ വരുന്ന ബേസ് ഡ്രൈവറൊക്കെ നോക്കി കഴിഞ്ഞാൽ 10mm ഡ്രൈവറാണ്. അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഗെയിം കളിക്കുമ്പോഴായാലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഓവർ ബേസ് വന്ന് ഓവറായി പോവാതെ വളരെ ഡീസൻ്റ് ആയ ലെവലിലുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ആവശ്യത്തിനുള്ള ബേസും കാര്യങ്ങളും ഉണ്ട്. ആ 10mm ഡ്രൈവർ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ടും കാര്യങ്ങളും ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. സോ നല്ല ഡീസൻ്റ് ആയ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കോളിലും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറാണ് അവർ പറയുന്നത്. ബോക്സ് അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ വരെയാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ബാറ്ററി ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ കണ്ടില്ല. ബാറ്ററി കഴിഞ്ഞ് ഓഫ് ആവുന്ന അവസ്ഥയൊന്നും വന്നില്ല. ഇത് 3-4 കളറുകളിൽ വരുന്നുണ്ട് കേട്ടോ. നോയർ ബ്ലാക്ക്, അതേപോലെ പേൾ വൈറ്റ്, റിച്ച് ഗ്രീൻ, ബ്ലഷ് റോസ് ഗോൾഡ്, അങ്ങനെയുള്ള പല കളറുകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയെടുക്കാം. സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ്, ഫാസ്ട്രാക്കിൻ്റെ ഈ ഒരു ഇയർബഡിൻ്റെ പ്രൈസ് വന്നിട്ട് 2995 സോ ഈ പ്രൈസിന് ഇത്രയും നല്ലൊരു ഗെയിമിംഗ് ഇയർബഡ് കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഇതുപോലൊരു നല്ല ബ്രാൻഡിൻ്റെ കൂടി ആകുമ്പോൾ തീർച്ചയായും കൊള്ളാം. ഇനി നമുക്ക് FT4 നോക്കാം. ഇതാണ് FT4ൻ്റെ ബോക്സ്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇയർബഡ് ഒരു മാറ്റ് ഫിനിഷാണ്, ഒരു ടഫ് ലുക്കിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇയർബഡുകളായാലും അതേപോലെ തന്നെയാണ്, ഒരു ടഫ് ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ്ഡ്. ഞാൻ മനസ്സിലായല്ലോ, ആ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് നോക്കാം. വളരെ നന്നായിട്ടുണ്ട് കാണാനൊക്കെ. നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്, മാറ്റ് ഫിനിഷാണ്. ചെവിയിലേക്ക് വെക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതൊരു തരത്തിലും താഴെ വീണ് പോകില്ല. കാരണം തട്ടിക്കളഞ്ഞാൽ പോലും താഴെ പോകില്ല. കണ്ടോ,
ഞാൻ ചെവിയിൽ അടിച്ച പോലും താഴെ പോയില്ല, അത്രയും സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ, കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഇയർ ടിപ്പൊക്കെ എനിക്ക് കറക്റ്റ് അളവിലാണ് വന്നിരിക്കുന്നത്. ഒരു മീഡിയം സൈസ്ഡ് ഇയറാണ് എൻ്റെ, അതുകൊണ്ട് തന്നെ ആ ഒരു വരുന്ന ഇയർബഡിൽ മിക്കവാറും ഒക്കെ നല്ലതാണെങ്കിൽ കൃത്യമായിട്ട് സെറ്റ് ആവാറുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഇയർ ടിപ്പുകൾ വേറെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങൾക്ക് പറ്റിയത് നോക്കി സെറ്റ് ചെയ്യാം. എന്തായാലും കൊള്ളാം, കംഫർട്ടൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നത് 40 മണിക്കൂറാണ്. കേസ് അടക്കം ഉപയോഗിക്കുമ്പോൾ 40 മണിക്കൂറാണ് പറയുന്നത്. അതൊരു ഹെവി ബാറ്ററി ലൈഫാണ്, ഒരു ഡൗട്ടും വേണ്ട. അത്യാവശ്യം വലിയ കേസും കൂടിയാണ് കേട്ടോ അത്, അതുകൊണ്ട് തന്നെ ഇതിൽ ആ ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കും. സോ എനിക്ക് ബാറ്ററി കഴിയുന്ന ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല, അത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കമ്പനി പറയുന്നത് 40 ഹവറാണ്. ഇത് 6mm ബേസ് ഡ്രൈവറാണ്. ബേസ് ഉണ്ട്, നല്ല രീതിക്ക് ബേസ് ഉണ്ട്, ലൗഡാണ്. മറ്റേ ഇയർഫോണുകൾ FT3യേക്കാൾ നല്ല രീതിക്കുള്ള ഒരു ബേസും കാര്യങ്ങളും ലൗഡ്നെസ്സും ഇതിന് കൂടുതലുണ്ട്. ഹെവിയാണ്, അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ക്ലിയർ ആണ്, എല്ലാ ലെവലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഒപ്പം തന്നെ നല്ല റിച്ച് ബേസും ഉണ്ട്. നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റാണ് ഈ സൗണ്ട് ക്വാളിറ്റിയുടെ ഭാഗത്ത് ഒരു ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഡീസൻ്റായ സെറ്റപ്പാണ്. ഇതിന് 3 ഫാഷനബിൾ കളേഴ്സ് ഉണ്ട്: മാറ്റ് ഫിനിഷ്, ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കുക. എല്ലാം തന്നെ നല്ല ഡീസൻ്റായ ഒരു ക്വാളിറ്റി ഇവർ കൊടുത്തിട്ടുണ്ട്, നല്ല ബിൽറ്റ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. IPX4 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം സേഫായ രീതിയിൽ തന്നെ ഇവനെ ഉപയോഗിക്കാമെന്ന സാധനം. ഇതിലും Type-C ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ചാർജിങ് ഒന്നും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആവാനേ വഴിയില്ല. വോയിസ് അസിസ്റ്റൻറ്റും ഗൂഗിൾ അസിസ്റ്റൻറ്റും ഒക്കെ ഈ 2 ഇയർബഡുകളും വർക്ക് ചെയ്യും കേട്ടോ. സോ അതിനെക്കുറിച്ചൊന്നും കൺഫ്യൂഷൻ വേണ്ട. ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയാലും ശരി, സിരി ആയാലും ശരി, നല്ല രീതിക്ക് വർക്ക് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ കോളം എടുക്കും. സോ ഇങ്ങനെയാണ് ഈ 2 ഇയർബഡുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കി ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഓവറോൾ ഇത് 2 ആയാലും കൊള്ളാം. FT4 എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സെറ്റപ്പാണ്. FT3 ആണെങ്കിൽ ഇൻബിൽറ്റ് ഗെയിമിംഗ് മോഡ് അടക്കം 2-in-1, പാട്ട് നല്ല രീതിക്ക് ബേസ് അടക്കം കേൾക്കാം, പ്ലസ് നല്ല രീതിക്ക് ഗെയിമും കളിക്കാം. സോ അങ്ങനെയാണ് ഈ 2 ഇയർബഡുകളുടെ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു FT4ൻ്റെ പ്രൈസ് വരുമ്പോൾ 4495 രൂപയാണ്. സോ ആ പ്രൈസിനുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയും റിച്ച്നെസ്സും ഒക്കെ അതിനുണ്ട് കേട്ടോ. എന്തായാലും 2 ഇയർബഡുകളുടെ കാര്യമാണെന്ന് പറഞ്ഞത്, ഫാസ്ട്രാക്കിൻ്റെ ഇയർബഡുകളുടെ കാര്യമാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.